ഹലോ മക്കളെ, ബൈനോമിയൽ തിയറത്തിലെ 6n - 5n എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. NCERTയിലെ സോൾവ്ഡ് എക്സാമ്പിളാണ് ക്വസ്റ്റ്യൻ. അതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ എക്സസൈസിൽ കിടപ്പുണ്ട്. ഷോ ദാറ്റ് 9n+1 - 8n - 9 is divisible by 64. ഡിവിസിബിൾ ബൈ 64 എന്ന് ഷോ ചെയ്യാനാണ് യൂസിങ് ബൈനോമിയൽ തിയറം വെച്ച് ഷോ ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിവിസിബിൾ ബൈ 64 എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? ഒരാൾ ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ ഈസ് ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് 64. അപ്പോൾ ഡിവിസിബിൾ ബൈ 64 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തെളിയിച്ചാൽ മതി? 64ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് തെളിയിച്ചാൽ മതി. സോ യു ഹാവ് ടു ഷോ എന്ത് കാണിക്കണം? 9n+1 - 8n - 9 is equal to a multiple of 64. That means 64 ടൈംസ് k എന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതെങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ തുടങ്ങുക എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് ബൈനോമിയൽ തിയറം വെച്ചിട്ടാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ 9 ഞാൻ ബൈനോമിയലിൻ്റെ ടേമിൽ എഴുതാൻ പോവാം. ബൈനോമിയൽ രണ്ട് ടേംസ് പോലെ എഴുതാൻ പോവാം. a+b�n എന്ന് പറയുന്ന ടൈപ്പിൽ ഞാൻ 9 എഴുതി മാറ്റാൻ പോവാം. അപ്പോൾ അതെങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ തുടങ്ങുന്നത്? സോ 9 ഞാൻ എന്ത് എഴുതി? 1 + 8 എന്ന് എഴുതി. ഹോൾ റൈസ് ടു നമുക്കിവിടെ n+1 ആണ് പവറിലുള്ളത്. സോ 1 + 8 ഹോൾ റൈസ് ടു n+1 ഈസ് ഓഫ് ദ ഫോം a+b⁴n. പക്ഷേ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് ആരാ? n+1 ആണ്. n+1 എന്നാണ് എന്നിൻ്റെ സ്ഥാനത്ത് വന്നിട്ടുള്ളത്. സോ എക്സ്പാൻഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സോ എക്സ്പാൻഷൻ എന്താ? a+b⁴ എന്നിൻ്റെ എക്സ്പാൻഷൻ എന്താ? nc0 a⁴n nc0 a⁴n പ്ലസ് nc1 a⁻n-1 b പ്ലസ് nc2 a⁻n-2 b². ഇങ്ങനെ പോകുന്ന എക്സ്പാൻഷൻ എല്ലാവർക്കും അറിയാവുന്ന എക്സ്പാൻഷൻ ആണ്. പക്ഷേ ഇവിടെ എയുടെ സ്ഥാനത്താര 1 ആണ്, ബിയുടെ സ്ഥാനത്താര 8 ആണ്, എന്നിൻ്റെ സ്ഥാനത്താര n+1 ആണ്. സോ എക്സ്പാൻഷൻ എഴുതാൻ പോവാണ്. n+1 c0 a⁻n ഇവിടെ ആരാ? 1 ആ. സോ 1n means ഇവിടെ n+1. So 1n+1 1 any number is 1. So as first term ഞാൻ എഴുതേണ്ട 1ൻ്റെ ഒരു ടേം ഞാൻ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. 1 any number is 1. So what is this? ഇനി 8 വരുമോ? 8b⁴ എന്നാ. അപ്പോൾ 8⁻0. അപ്പോൾ ആ 8ൻ്റെ ടേമും അവിടെ ഇല്ല. സോ ഈ എക്സ്പാൻഷനിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് n+1 c0 എന്ന് മാത്രമായിരിക്കും. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ടേം? n+1 c1 1 n+1 - 1 അങ്ങനെ വരും അല്ലേ? 1 പിന്നെ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. സോ 8ൻ്റെ ടേം വരുമല്ലോ, 8⁻1 എന്ന് വരും. സോ അടുത്ത ടേമിൽ എങ്ങനെ വരും? 8n+1 c2 1ൻ്റെ ടേം എടുത്തിട്ടുണ്ടല്ലോ, 8² പ്ലസ് എക്സെട്രാ. സോ വാട്ട് ഈസ് ദ ലാസ്റ്റ് ടേം? ഫൈനൽ ടേം ncn. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് n+1 ആണ്. സോ ദിസ് ഈസ് n+1 cn+1. 8ൻ്റെ പവർ മാക്സിമം 8n+1 കടാ. അപ്പോൾ എക്സ്പാൻഷൻ എഴുതി കഴിഞ്ഞു. പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം, നമ്മൾ തെളിയിക്കേണ്ടത് എന്താ? 9n+1 - 8n - 9 is equal to 64 times k എന്ന് തെളിയിക്കണം. സോ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. സോ 1 + 8 മീൻസ് 9n+1. സോ 1 + 8 എന്ന് പറഞ്ഞാൽ 9 ആണ്. സോ 9n+1 വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി നമ്മൾ ഓരോ ടേമിന് വാല്യൂസ് കൊടുക്കാൻ പോകും. n+1 c0 എന്ന് പറഞ്ഞാൽ ഈസ് ഓഫ് ദ ഫോം nc0. വാട്ട് ഈസ് nc0? nc0 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? സോ n+1 c0 ഇറ്റ് ഈസ് ഓൾസോ 1. So this is 1. So 1 plus ഇനി n+1 c1 is of the form nc1. എന്താ nc1 എന്ന് പറഞ്ഞാൽ n ആണ്. So n+1 c1 എന്തായി? It is also n+1. So it is n+1 into 8⁻1 that is 8. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ നെക്സ്റ്റ് ഈസ് n+1 c2. അതിന് ഞാൻ എഴുതുന്നില്ല, അതിൻ്റെ വാല്യൂസ് എഴുതുന്നില്ല, ഡയറക്റ്റ് n+1 c2 എന്ന് എഴുതുകയാണ്. സോ ദിസ് ഈസ് n+1 c2 8². അടുത്ത ടൈം എന്തായിരിക്കും? is n+1 ഞാൻ മുകളിൽ എഴുതിയിട്ടില്ല. n+1 c3 8³ പ്ലസ് എക്സെട്രാ. ദ ലാസ്റ്റ് ടേം n+1 cn+1 is of the form ncn. ncn എത്രയാ? 1 ആണ്. സോ ദ ലാസ്റ്റ് ടേം ഈസ് 8n+1. 1 into 8n+1 that is 8n+1. ഓക്കെ ആണല്ലോ? സോ ദിസ് ഈസ് 9n+1 വിച്ച് ഇസ് ഈക്വൽ ടു 1. ഇനി n+1 into 8 ആ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് 8 into n 8n പ്ലസ് 1 into 8 that is 8 പ്ലസ് ഇനി ഓരോ ടേമിലും, ഇനി ബാക്കിയുള്ള ഓരോ ടേമിലും നിങ്ങൾ നോക്ക്. 8² 8³ 8⁻4 ഇങ്ങനെ പോകുന്നത്. 8² കണ്ടാ, 8² 8³ 8⁻4 ഇങ്ങനെ പോവാം. അതായത് ഇനി വരുന്ന എല്ലാ ടേമിലും 8² കോമൺ ആണ്. സോ ആ 8² ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. സോ ദിസ് ഈസ് 8² into n+1 c2. ഓക്കെ, പ്ലസ് അടുത്ത ടേം എന്ത് വരും?
n പ്ലസ് 1 C3 8 ക്യൂബിൽ നിന്ന് 8 സ്ക്വയർ പുറത്ത് പോയി കഴിഞ്ഞാൽ 8 ക്യൂബിൽ നിന്ന് 8 സ്ക്വയർ പുറത്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും 8 പ്ലസ് എക്സെട്രാ. ഇനി എന്താ 8n+1 നിന്ന് 8 സ്ക്വയർ പുറത്തേക്ക് പോവുക. അതായത് 8n+1 നിന്ന് ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതായത് x⁻m ഇൻറ്റു x⁻n ആണ് എന്ത് x⁻m+n അല്ലേ. x⁻m/x⁻n എന്താ x⁻m-n. അപ്പോൾ 8n+1 നിന്നും 8 സ്ക്വയർ അങ്ങ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 8n+1 ഇൻറ്റു അതായത് 8n+1 പുറത്തേക്ക് 8 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും n+1 - 2 8n+1 - 2 ലൈക്ക് x⁻m/x⁻n ഡിവൈഡ് ബൈ 8 സ്ക്വയർ ചെയ്യുന്ന പോലെ. സോ ദിസ് ഈസ് ഈക്വൽ ടു x⁻n+1 - 2 1 - 2 - 1 സോ n-1 എന്ന് വരും. സോ ദാറ്റ് ഈസ് 8 സ്ക്വയർ ഇൻറ്റു 8n-1 ഇസ് ഈക്വൽ ടു 8n+1. ഇത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അതേ ആ സംഗതി ഇവിടെ നമ്മൾ ഉപയോഗിക്കുകയാണ്. സോ ദിസ് ഈസ് 8 സ്ക്വയർ പുറത്തേക്ക് വന്നതുകൊണ്ട് 8n-1 കേട്ടോ. അപ്പോൾ മാത്തമാറ്റിക്കലി നമ്മൾ എഴുതുന്നത് തെറ്റാവരുത്, അതിന് വേണ്ടിയിട്ട് എഴുതുകയാണ്. അത് എഴുതിയില്ലെങ്കിൽ പോലും ഈ ആൻസറിന് പ്രശ്നമൊന്നും വരില്ല, പക്ഷേ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് യെസ് മാത്തമാറ്റിക്കലി അത് കറക്റ്റ് ആയിരിക്കണം. സോ വിച്ച് ഇസ് ഈക്വൽ ടു 9n+1 വിച്ച് ഇസ് ഈക്വൽ ടു 1 + 8n + 8 പ്ലസ് 8 സ്ക്വയർ ഈസ് 64. സോ ദിസ് ഇസ് 64. 8 സ്ക്വയർ 64 ആണ്. ഇനി നിങ്ങൾ നോക്കും മക്കളെ, യെസ് ദിസ് ഹോൾ ടേം അത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് എ നമ്പർ ദാറ്റ് ഈസ് k. അതിനെയാണ് ഞാൻ മൊത്തത്തിൽ എന്തെന്ന് വിളിച്ചു സം k എന്ന് വിളിച്ചു. ഓക്കെ, സോ ദിസ് ഈസ് 9n+1 ഈസ് ഈക്വൽ ടു ഇനി നോക്ക് 1 + 8 ദാറ്റ് ഈസ് 9 അല്ലേ. സോ 1 + 8 9. സോ ദിസ് ഈസ് 8n + 9 പ്ലസ് 64k. ഇനി എന്ത് ചെയ്താൽ മതി, നമുക്ക് എന്താ ആവശ്യമുള്ളത് 9n+1 - 8n - 9. സോ എല്ലാ ടേമും ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 9n+1 - 8n - 9 റൈറ്റ് ഹാൻഡ് സൈഡിൽ ആര് മാത്രം 64k. നമുക്ക് ആവശ്യമുള്ളതുപോലെ 64k ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 64 എന്ന് തെളിയിച്ചു. സോ ഹെൻസ് വെരിഫൈഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൻസർ. താങ്ക് യു.